ആരാ? മനസ്സിലായില്ല. ഞാൻ ആനന്ദ്. മേഘയില്ല ഇവിടെ? ഉണ്ട്. മോന് മാഗി അറിയോ? അകത്തേക്ക് വരാമല്ലോ അല്ലേ? മോനെ ആരാന്ന് പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച മേഘയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വന്നില്ലേ? വന്നു. പക്ഷേ എനിക്ക് വേണ്ടിയാ മേഘയെ അവർ കാണാൻ വന്നത്. പക്ഷെ അന്ന് എനിക്ക് കുറച്ച് അർജന്റ് മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. മേഘയുടെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരെ ഞാൻ ഇങ്ങോട്ട് അയച്ചത്. പക്ഷേ അവര് അന്നങ്ങനെ നടന്നതിൽ സോറി. പക്ഷേ അന്ന് അവരങ്ങനെ പറഞ്ഞതിൽ എന്നോടൊന്നും തോന്നരുത്. ഐ ആം റിയലി സോറി. അയ്യോ മോനെ, അത് സാരമില്ല. മോന്റെ അച്ഛനമ്മയും വന്ന് കണ്ട് അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ. എനിക്ക് മേഘയെ ഇഷ്ടമാണ്. എനിക്ക് മേഘയെ കല്യാണം കഴിച്ച കൊള്ളാമെന്നുണ്ട്. പക്ഷെ മോനെ അച്ഛനമ്മയും അതൊന്നും ആലോചിച്ച് അമ്മ വെറിയിടാവണ്ട. ഞാൻ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളാം. എനിക്ക് മേഘയെ ഇഷ്ടമാണ്. ശരി. ഇയാൾക്ക് എന്താ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം? ഇയാൾക്ക് എൻ്റെ കറുപ്പ് ഒരു പ്രശ്നമായി തോന്നുന്നില്ലേ? നിന്റെ അഴക് ഈ മുഖത്തല്ല, ഈ മനസ്സിലാ. ആ മനസ്സ് കണ്ട ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഈ നിറമൊരു പ്രശ്നമായി വന്നാലോ? അന്ന് ഇയാൾക്ക് എടുത്ത തീരുമാനം തെറ്റായെന്ന് തോന്നത്തില്ലേ? എൻ്റെ ഒരു തീരുമാനങ്ങളും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചതടക്കം. ആദ്യമായ ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. എന്നോട് ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എവിടെ എനിക്ക് രണ്ടാം സ്ഥാനമാണ്. എനിക്ക് നല്ലൊരു കൂട്ടുകാരി പോലുമില്ല. കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നതാ കറുമ്പി എന്ന പേര്. അന്നൊന്നും എനിക്കത് മനസ്സിലായിരുന്നില്ല. പിന്നീടാ അത് എന്റെ നിറമാണെന്നറിഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള ഒരു ഡ്രസ്സ് പോലെ ഇടാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാരും കളിയാക്കും, ഓരോ പേര് വിളിക്കും. എനിക്ക് എന്നെ തന്നെ കണ്ണാടി നോക്ക് ഇഷ്ടമല്ലായിരുന്നു. പലരും ഓരോന്ന് പറഞ്ഞ് അമ്മ ഓരോ പൊടിക്കൈ എന്റെ മുഖത്തും കയ്യിലും ഒക്കെ തേക്കും, ഞാൻ വെളുക്കാനായിട്ടേ. പക്ഷെ ഒന്നും ആവില്ല. പാവം. എനിക്ക് ഡാൻസിനും ഡ്രാമയ്ക്കും ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നെ എല്ലാത്തിനും ബാക്കി നിർത്തും. ഞാൻ കറുപ്പല്ലേ. കുറെ കരഞ്ഞിട്ടുണ്ട്, ആരും കാണാതെ. കോളേജിൽ ജോയിൻ ചെയ്തപ്പോ
അവിടെ ഇതൊക്കെ തന്നെ ആവർത്തിച്ചു. ആരും എന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടിയിരുന്നില്ല. ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരും എന്റെ അടുത്ത് വന്നിട്ടില്ല. എല്ലാരും എന്നെ അകറ്റി നിർത്തിയിട്ടുള്ളൂ. ഇന്നാണ് ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു കുഞ്ഞിനെ ഞാൻ എടുത്തു. കുഞ്ഞിന് എന്റെ കളർ പകരെന്ന് പറഞ്ഞ് അവരെന്റെ കയ്യിൽ കുഞ്ഞിന് വാങ്ങി. നിന്നെ ആര് കല്യാണം കഴിക്കാനാ? എനിക്കുണ്ടാവുന്ന കുഞ്ഞും ഇങ്ങനെ തന്നെയാ. അങ്ങനെ ഒരുപാട് പല ആലോചനകളും വന്നു. പക്ഷെ എല്ലാവർക്കും എന്റെ നിറമായിരുന്നു പ്രശ്നം. അപ്പോഴാ ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് അതൊന്നും കേട്ടിട്ടില്ല. ഇനി നിന്റെ കണ്ണ് നിറയരുത്. നിന്റെ അഴക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എല്ലാവരും നിന്റെ പുറത്തെ നിറം മാത്രമാണ് നോക്കിയത്. ഞാൻ കണ്ടത് നിന്റെ ഉള്ളിൽ അഴക. അത് കാണാൻ ആരും ശ്രമിച്ചിട്ടില്ല. എൻ്റെ പെണ്ണിന് 7 അഴകാണ്. അമ്മേ, എന്റെ ബസ് വരാറായി. അത് വേഗം വായോ. ആ ദേ വരണു. സൂക്ഷിച്ചു പോയി വായോട്ടാ. അച്ഛനോട് യാത്ര പറയുന്നില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി. അച്ഛാ, ഞാൻ പോയി വരാവേ. ടാറ്റാ.